ഇന്ന് നമ്മളിവിടെ ഒരു വീനെക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 8 ഇഞ്ച് വീതിയും 7.5 ഇഞ്ച് നീളവുമാണുള്ളത്. ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് ഈ തുറപ്പില്ലാത്ത ഭാഗത്ത് വേണം നമ്മളിതിൻ്റെ നെക്ക് അടയാളപ്പെടുത്താൻ. ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 ഇഞ്ചോ 7.5 ഇഞ്ചോ ഒക്കെ അടയാളപ്പെടുത്താം കേട്ടോ. ഇറക്കം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ടിതിൻ്റെ വിട്ട് കഴുത്തിൻ്റെ അകൽച്ച ഒരു 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് 3.5 ഇഞ്ച് വേണമെങ്കിലും അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ അടയാളപ്പെടുത്തിയ പോയിൻ്റ് രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ മധ്യഭാഗം അടയാളപ്പെടുത്തിക്കൊണ്ട് മധ്യഭാഗം അടയാളപ്പെടുത്തുന്നതിന് ഇത് നമുക്ക് എത്ര ഇഞ്ചാണെന്ന് നോക്കണം. അപ്പോൾ അത് 6 ഇഞ്ചാണ്. അതിൻ്റെ മധ്യഭാഗം ഞാൻ 3 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തുവാണ്. ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഈ ലൈനിൻ്റെ പുറത്തോട്ടൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. 4 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ആ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് വൈഡായിട്ട് വരച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തതിന് പുറത്തോട്ട് 1 ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തണം. ഞാൻ കട്ട് ചെയ്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് കാണാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഇത് ഇങ്ങോട്ടും കൂടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോയിൻ്റ് എല്ലാം കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം. ഒരു ലൈനിങ് തുണിക്കകത്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു ലൈനിങ് തുണി എടുത്തിട്ട് ഈ തുണിയുടെ മധ്യഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ഇരുവശങ്ങളിലോട്ടും 3 ഇഞ്ച് വീതം നമ്മൾ നെക്കിൻ്റെ അകൽച്ച 3 ഇഞ്ചല്ലേ എടുത്തത്. അന്നേരം ഈ ഇരുവശങ്ങളിലോട്ടും നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. രണ്ട് വശവും നമ്മൾ 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് എടുത്ത് ഈ അടയാളപ്പെടുത്തിയ ആ പോയിൻറ്റിനോട് ചേർത്ത് വെക്കണം. മുകളിലൊരു 1/4 ഇഞ്ച്, മുകളിലൊരു 1/2 ഇഞ്ച് താഴ്ത്തി വേണം വയ്ക്കാൻ. 1/2 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ ഈ ക്യാൻവാസിനോട് ചേർത്ത് വെച്ചാൽ അതൊരു ഭംഗിക്കുറവ് വരും. അപ്പോൾ അത് അവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി താഴ്ത്തി വെച്ച് വേണം നമ്മളിത് അയൺ ബോക്സ് ചൂടാക്കിക്കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നല്ല പീസ് എടുത്തിട്ട് അതിൻ്റെ മധ്യഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നോച്ച് കൊടുത്ത ഭാഗങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കണം. ഇതിൻ്റെ നോച്ച് കൊടുത്ത ഭാഗവും നല്ല തുണിയുടെ നോച്ച് കൊടുത്ത ഭാഗവും കറക്റ്റായിരിക്കണം. കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ അരുവിനോട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ട് കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ക്യാൻവാസിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആ അരുവിനോട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ഞാനീ കാണിച്ചു തരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ അത് കണ്ടു പോകരുത്. ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ കറക്റ്റ് ചെയ്ത് തരാമില്ല കേട്ടോ. അവിടെ സൂചി കുത്തി നിർത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ ക്യാൻവാസിനേക്കാൾ ഒരു 1/2 ഇഞ്ച് ഈ ക്ലോത്ത് ഇട്ടുകൊണ്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ. 1/2 ഇഞ്ച് തുണി അധികം ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്യാൻവാസിനോട് ചേർത്ത് ആ തുണി കട്ട് ചെയ്തേക്കണം. മുറിഞ്ഞു പോകരുത്, ആ സ്റ്റിച്ച് മുറിയരുത്. സ്റ്റിച്ചിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിർത്തിയേക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരേ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇവിടെ എല്ലാം ഓരോ കട്ടിങ് കൊടുക്കണം. അത് തിരിച്ചിടുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കട്ടിങ് കൊടുക്കുന്നത്. അവിടെ ആ നൂല് കട്ട് ചെയ്ത് പോയാൽ അവിടെ പിന്നെ നമുക്കവിടെ മറിച്ചിടുമ്പോൾ അതൊരു വൃത്തികേട് വരും. അതുകൊണ്ട് ആ തുണി കട്ടായി പോവും. അപ്പോൾ പിന്നെ മറിച്ചിടുമ്പോൾ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ആ നൂല് കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ചോണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. നമ്മൾ തയ്ച്ച നൂല് ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ മീതെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിങ്ങനെ അകത്തോട്ട് തിരിച്ചിടാം. കണ്ടോ, നമ്മുടെ വീനക്ക് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരിവിനൂടൊരു സ്റ്റിച്ച് കൂടി കൊടുത്തേക്കണം. ഇനി നമുക്കിതാ ഈ അരിവിനൂടാണ് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കേണ്ടത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീനക്ക് ചെയ്യുന്നത് ഈസിയാണ്, വെറി ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്ന് വീനക്ക് കാണിച്ചു തരണമെന്ന്, അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീനക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് വീനക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും നമ്മൾ പഠിച്ച് ഈ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.